തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയമാണ് UDFും NDAയും നേടിയത്. തിരുവനന്തപുരം കോർപ്പറേഷൻ NDA പിടിച്ചെടുത്തപ്പോൾ ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും ഒക്കെ UDF മുന്നേറി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കനുസരിച്ച് 2026 കേരളം ആര് ഭരിക്കും എന്ന് നോക്കാം. ഇത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കിനെ പശ്ചാത്തലമാക്കി പൊളിറ്റിക്സ് കേരള അവതരിപ്പിക്കുന്ന സർവേയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ്. ഡാറ്റാബേസ്ഡ് സർവേ അല്ല, മറ്റ് ഏജൻസികളുമായി ബന്ധപ്പെട്ടുള്ള സർവേ അല്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കാം. കാസർഗോഡ് 5 സീറ്റുകൾ 2021 LDF 3 നേടി, UDF 2 നേടി. ഇത്തവണ അവിടെ LDF 2, UDF 2, NDA 1. ഇതാണ് തദ്ദേശ സ്വയംഭരണ കണക്ക് സൂചിപ്പിക്കുന്നത്. കണ്ണൂരിൽ 2021 9 സീറ്റ് LDF, 11 സീറ്റിൽ 9 LDF, 2 UDF. NDA കഴിഞ്ഞ തവണ 1 നേടിയില്ല. ഇത്തവണ അതിൽ മാറ്റം വരും. 8 LDF, 3 UDF തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ. കോഴിക്കോട് 11 സീറ്റ് 2021, കോഴിക്കോട് 13 സീറ്റ് 2021, അതിൽ 11 LDF, 2 UDF. അതിൽ വലിയൊരു മാറ്റം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാണുന്നു. അതനുസരിച്ചാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6 LDF, 7 UDF കോഴിക്കോട് ആധിപത്യം നേടും. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കനുസരിച്ച് നിയമസഭാ മത്സരത്തിൽ ഇറങ്ങിയാൽ. ഇനി വയനാടാണ്. വയനാട്ടിൽ 3 നിയമസഭാ മണ്ഡലങ്ങൾ. കഴിഞ്ഞ തവണ LDF 1, UDF 2 ആയിരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് അനുസരിച്ചാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 3 സീറ്റും ക്ലീൻ വൈറ്റ് വാഷ് അവിടെ നടക്കും, 3 സീറ്റും നേടും. ഇനി മലപ്പുറത്തേക്ക് പോകാം. 16 സീറ്റുകൾ. കഴിഞ്ഞ തവണ LDF 4 സീറ്റ് നേടി, UDF 12 സീറ്റ് നേടി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് അനുസരിച്ചാണെങ്കിൽ നിയമസഭയിൽ 16 സീറ്റും ഒരു ക്ലീൻ വൈറ്റ് വാഷ് UDF മലപ്പുറത്ത് നടത്തും. പാലക്കാട് 12 നിയമസഭാ സീറ്റുകൾ. കഴിഞ്ഞ തവണ LDF 10 നേടി, UDF 2 നേടി. ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ LDF നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8 നേടും, UDF വെറും 4 മാത്രമേ നേടുകയുള്ളൂ. അവിടെ പാലക്കാട് LDF ആധിപത്യം നിലനിർത്തും. ഇനി തൃശ്ശൂരാണ്. 13 നിയമസഭാ മണ്ഡലങ്ങൾ. 2021 13 12 LDF നേടി, 1 മാത്രമാണ് UDF നേടിയത്. എന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിൽ LDF 6 UDF 7 നേടും. ഇനി എറണാകുളമാണ്. കഴിഞ്ഞ തവണ LDF 5 നേടി, UDF 9 നേടി. 14 നിയമസഭാ മണ്ഡലങ്ങളിൽ LDF 5, UDF 9 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വെച്ച് നോക്കുകയാണെങ്കിൽ 14 UDF നേടും. ഇനി ഇടുക്കിയാണ്. ഇടുക്കിയിൽ കഴിഞ്ഞ തവണ 5 നിയോജക മണ്ഡലങ്ങൾ. 5ൽ 4 LDF, UDF 1. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വെച്ച് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തിയാൽ 5 UDF വിജയിക്കും. ഇനി കോട്ടയത്ത് കഴിഞ്ഞ തവണ LDF 5, UDF 4. 9 നിയമസഭാ മണ്ഡലങ്ങൾ. LDF 5, UDF 4. ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ വലിയൊരു മുന്നേറ്റം UDF ഉണ്ടാക്കും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8 UDF, 1 LDF. ഇനി ആലപ്പുഴയാണ്. ആലപ്പുഴ 9 നിയമസഭാ മണ്ഡലങ്ങൾ. കഴിഞ്ഞ തവണ 8 LDF നേടി, 1 UDF നേടി. ഹരിപ്പാട്. ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വെച്ച് നോക്കുകയാണെങ്കിൽ LDF 6 UDF 3 വിജയിക്കും. ഇനി പത്തനംതിട്ടയാണ്. പത്തനംതിട്ട കഴിഞ്ഞ തവണ 5ൽ 5 LDF നേടിയ ജില്ലയാണ്.
തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വെച്ചാണ് നോക്കുന്നതെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ചിടത്തും UDF വിജയിക്കും. ഇനി കൊല്ലമാണ്. 9 നിയോജക മണ്ഡലങ്ങൾ. അതിൽ 7 LDFും 2 UDFുമാണ് കഴിഞ്ഞ തവണ നേടിയത്. ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വെച്ച് നോക്കുകയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 LDFും 7 UDFും നേടും. കൊല്ലത്ത് 11 നിയോജക മണ്ഡലങ്ങളാണ്. അതിൽ കഴിഞ്ഞ തവണ 9 LDFും 2 UDFുമായിരുന്നു. ഇനി 2026 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ 2026 തെരഞ്ഞെടുപ്പിൽ 4 LDFും 7 UDFും നേടും. ഇനി മഞ്ചേശ്വരമാണ്, ഇനി തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം വളരെ ശ്രദ്ധേയമായ മത്സരം നടന്ന മണ്ഡലമാണ്. BJP വലിയ കുതിപ്പ് തന്നെ തിരുവനന്തപുരത്ത് നടത്തി. തലസ്ഥാനത്ത് കഴിഞ്ഞ തവണ 14-ൽ 13 LDFിനായിരുന്നുവെങ്കിൽ ഇത്തവണ അത് കുറയും. ഇത്തവണ LDF തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കനുസരിച്ചാണെങ്കിൽ LDF 7 മാത്രമേ വിജയിക്കുകയുള്ളൂ. UDF 4 NDA 3 വിജയിക്കും. 14-ൽ LDF 7, UDF 4, NDA 3. ഇതാണ് കണക്ക്. 2021 തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി 2026 തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 86 UDFും 49 LDFും 4 NDAയും നേടും. ഇത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കനുസരിച്ച് രൂപപ്പെടുത്തിയ ഒരു അനാലിസിസാണ്. ഇതൊരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കനുസരിച്ചാണ് ഇത് വരുന്നത്. ഇനിയും മാറി മറിയാം. ഇനിയും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങളുണ്ട്. പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് അനുസരിച്ചാണെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കണക്ക് വെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ 86 സീറ്റ് നേടി UDF അധികാരത്തിൽ വരും. LDFന് 49 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. NDA 1 മുതൽ 4 വരെ സീറ്റുകൾ നേടാം. ചുരുക്കത്തിൽ തലസ്ഥാനത്ത് NDA നേടുന്ന പ്രധാനപ്പെട്ട സീറ്റുകൾ നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് എന്നിവയായിരിക്കും. കാട്ടാക്കട ടൈറ്റ് ഫൈറ്റ് തന്നെ, LDFും NDAയും തമ്മിൽ നല്ല ഫൈറ്റ് തന്നെ നടക്കും. നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് എന്നീ മണ്ഡലങ്ങൾ NDA നേടും. അങ്ങനെ വരുമ്പോൾ NDA 4 സീറ്റിൽ വിജയിക്കും. എന്തായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് LDFന് ഉണരാനുള്ള ഒരു അവസരമാകട്ടെ. UDFന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നല്ല ഊർജം പകരട്ടെ. NDA വലിയൊരു അട്ടിമറി നടത്തുന്ന കക്ഷിയായി മാറട്ടെ. ഇതാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ആശംസിക്കാനുള്ളത്.